ബസന്ത്, മറ്റൊരു കാര്യം കൂടി, ഇനിയിപ്പോ രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളൊരു വാർത്ത കൂടിയുണ്ടല്ലോ. അതിർത്തിയിൽ തുടർ പ്രകോപനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോ ദേശീയ മാധ്യമങ്ങളിൽ പലതും റിപ്പോർട്ട് ചെയ്യുന്നത്, അന്തർദേശീയ മാധ്യമങ്ങളിൽ പലതും റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ ഒരു സ്ട്രൈക്കിന് ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നത്തെ കൂടിക്കാഴ്ചയുടെ സാഹചര്യം എന്താണ്? മധു, ഇന്ത്യ ഒരു സൈനിക വിന്യാസം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് പ്രതിരോധ മന്ത്രി എത്തുന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് ആയിരിക്കും പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും തമ്മിലുള്ള കൂടിക്കാഴ്ച. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വിവിധ തലത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. പ്രതിരോധ മന്ത്രി കഴിഞ്ഞ ദിവസം CDSുമായി, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സേനാ മേധാവികളുമായി അദ്ദേഹം ആദ്യ ദിവസങ്ങളിൽ തന്നെ കൂടിക്കാഴ്ച നടത്തിയിട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവന വളരെ കൃത്യമായിരുന്നു. യാതൊരു കാരണവശാലും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല, തിരിച്ചടി വളരെ കരുത്തോടുകൂടി തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രസ്താവന പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നതാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള യോഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് എന്താണ് ഇപ്പോൾ അവിടുത്തെ കശ്മീരിലെ തൽസ്ഥിതി സംബന്ധിച്ച പ്രധാനമന്ത്രിക്ക് ഇന്ന് പ്രതിരോധ മന്ത്രി കൃത്യമായ വിവരങ്ങൾ നൽകും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ഉണ്ടാവും. സ്വാഭാവികമായിട്ടും സേനാ മേധാവികളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന എല്ലാ വിവരങ്ങളും ഇന്ന് പ്രധാനമന്ത്രിയുമായി പങ്കുവെക്കുക തന്നെയായിരിക്കും പ്രതിരോധ മന്ത്രിയുടെ ലക്ഷ്യം. ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പാകിസ്ഥാൻ, പിന്നെ ചൈന പോലുള്ള രാജ്യങ്ങൾ, തുർക്കി പോലുള്ള രാജ്യങ്ങൾ നൽകുന്ന സഹായങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ആദ്യത്തെ ലക്ഷ്യം ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.